Hi friends, today's class ICD coding guideline continuation ആണ്. ക്ലാസ് 3 ആണ്. ഈ ക്ലാസ്സിൽ ഞാൻ മെയിൻലി ആഡ് ചെയ്തേക്കുന്നത് കൺവെൻഷൻ ഓഫ് ഇൻക്ലൂഡ്സ് ആൻഡ് എക്സ്ക്ലൂഡ്സ് ആണ്. അത് വെരി ഇമ്പോർട്ടൻറ്റ് പാർട്സ് ആണ് കൺവെൻഷനിൽ. നമുക്ക് എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ ആണ് കൺവെൻഷനിലെ യൂസ് ഓഫ് ആൻഡ്. യൂസ് ഓഫ് ആൻഡ് എന്താണെന്ന് നോക്കാം. The word and should be interpreted to mean either and or when it appears in a title. അതായത് and എന്നൊരു കൺവെൻഷൻ നമ്മൾ ICD കോഡിംഗ് ബുക്കിൽ കണ്ടു. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യുന്നത്? ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം. അക്യൂട്ട് ബ്രോങ്കൈറ്റിസ് എന്ന് തന്നിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ ആണ്. ഇവിടെ ആൻഡ് എന്നും കൊടുത്ത് വേറൊരു കണ്ടീഷനും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ട് കണ്ടീഷനും കോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ കോഡ് ചെയ്യാം. അതാണ് മീനിങ്. ആൻഡ് രണ്ടും കോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരെണ്ണം. അതാണ് ഇതിന്റെ മീനിങ്. സിമ്പിൾ ആണ്. നെക്സ്റ്റ്, ഇൻക്ലൂഡ് നോട്ട്. This note appears immediately under a 3-character code title to further define or give examples of the content of the category. അതായത് ഇൻക്ലൂഡ് നോട്ട് എന്താണ് പറയുന്നത്? ഒരു 3-character കോഡിന്റെ താഴെയായിട്ടായിരിക്കും തരിക. അത് ആ കോഡ് എന്താണ്, ആ കോഡിന്റെ ഡെഫിനിഷൻ എന്താണ്, അല്ലെങ്കിൽ അതിനുള്ള എക്സാമ്പിൾ എന്താണെന്നാണ് ഈ ഇൻക്ലൂഡ്സ് നോട്ട്സിൽ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, അക്യൂട്ട് ബ്രോങ്കൈറ്റിസ് ഉണ്ട്, അതിന്റെ താഴെ ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞ് കുറേ കണ്ടീഷൻ തന്നിട്ടുണ്ട്. എന്തൊക്കെയാ? അക്യൂട്ട് ആൻഡ് സബ് അക്യൂട്ട് ബ്രോങ്കൈറ്റിസ് വിത്ത് ബ്രോങ്കോസ്പാസം, അക്യൂട്ട് ആൻഡ് സബ് അക്യൂട്ട് ബ്രോങ്കൈറ്റിസ് വിത്ത് ട്രക്കിയറ്റിസ്, ഇങ്ങനെ കുറേ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇൻക്ലൂഡ്സ് നോട്ട്സിലുള്ളത് ഓൾറെഡി ഈ J20 ഇൻക്ലൂഡ് ആണ്. നമുക്ക് ഇപ്പം അക്യൂട്ട് ബ്രോങ്കൈറ്റിസ് എന്നൊരു വേർഡ് തന്നിട്ടില്ല, പക്ഷെ അക്യൂട്ട് ആൻഡ് സബ് അക്യൂട്ട് സെപ്റ്റിക് ബ്രോങ്കൈറ്റിസ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ സെയിം ഈ J20 ആണ് അതിൻ്റെ മെയിൻ കാറ്റഗറി. അതിൻ്റെ താഴെ പോയിട്ട് നമുക്ക് ഏത് കോഡാണ് വേണ്ടതെന്ന് സെർച്ച് ചെയ്ത് എടുക്കാൻ പറ്റും. അതാണ് ഇൻക്ലൂഡ്സ് നോട്ട്സ്. നമുക്ക് ഇതിൻ്റെ അടിയിലുള്ള ഡെഫിനിഷൻ നോക്കിയും കോഡ് ചെയ്യാം. നമുക്ക് അക്യൂട്ട് ബ്രോങ്കൈറ്റിസിന് ചിലപ്പോൾ തരില്ല, അതിന് പകരം വേറെ ഇതിനകത്തുള്ള എന്തെങ്കിലും കണ്ടീഷൻ ആയിരിക്കും. അപ്പം നമ്മൾ ഏത് കോഡ് എടുത്താലും അതിൻ്റെ മെയിൻ ഇൻക്ലൂഡ്സ് നോട്ട്സും ചെക്ക് ചെയ്യണം, എങ്കിലേ നമുക്ക് കറക്റ്റ് കോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ്, എക്സ്ക്ലൂഡ്സ് നോട്ട്സ് ആണ്. ഈ എക്സ്ക്ലൂഡ്സ് നോട്ട്സ് ആണ് മെയിൻലി എല്ലാവർക്കും കൺഫ്യൂസ് ആകുന്നത്. അപ്പോൾ ഇത് 2 ടൈപ്സ് ഉണ്ട്, എക്സ്ക്ലൂഡ് 1 ആൻഡ് 2. എക്സ്ക്ലൂഡ് 1 എന്തെന്ന് വെച്ചാൽ എ ടൈപ്പ് 1 എക്സ്ക്ലൂഡ് നോട്ട് ഈസ് എ പ്യൂർ എക്സ്ക്ലൂഡ്സ് നോട്ട്സ്. അതായത് നമ്മൾ ഇൻക്ലൂഡ് കണ്ടല്ലോ, ഒരു കോഡിന്റെ താഴെ ഇൻക്ലൂഡ്സ് നോട്ട്സ് ഉണ്ട്, അതിനകത്തുള്ള കോഡ്സും ഇതിനുമായിട്ട് നമുക്ക് ഇൻക്ലൂഡ് ആക്കി കോഡ് ചെയ്യാവുന്നതാണ്. പക്ഷെ എക്സ്ക്ലൂഡ് എന്ന് വെച്ചാൽ എന്താണ്? ഒരിക്കലും കോഡ് ചെയ്യാൻ പാടില്ല. ഇറ്റ് മീൻസ് നോട്ട് കോഡഡ് ഹിയർ. ഇതിന്റെ കൂടെ ഈ എക്സ്ക്ലൂഡ് 1ന്റെ താഴെയുള്ള കോഡ്സ് ഒരിക്കലും കോഡ് ചെയ്യാൻ പാടില്ല. An exclude 1 note indicates that code excluded should never be used at the same time as the code above the exclude 1 note. ഇതിന്റെ മീനിങ് എന്താണ്? മെയിൻ കോഡിന്റെ കൂടെ ഒരിക്കലും എക്സ്ക്ലൂഡ് 1ന്റെ താഴെയുള്ള കണ്ടീഷൻസിന്റെ കോഡ് നമുക്ക് മെയിൻ കോഡിന്റെ കൂടെ കോഡ് ചെയ്യാൻ പാടില്ല. അതാണ് മീനിങ്. An exclude 1 is used when two conditions cannot occur together, such as congenital form versus an acute form of same condition. അതായത് ഒരിക്കലും ഒരു കൺജനിറ്റൽ ഫോമും അക്വേർഡ് ഫോമും സെയിം ടൈമിൽ കോഡ് ചെയ്യാൻ പാടില്ല. അതാണ് എക്സ്ക്ലൂഡ് 1ൽ പറയുന്നത്. ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. Exclude 1 note indicates that a code identified in a note and code where the note appears cannot be reported together because the two conditions cannot occur together. അതായത് ഈ മെയിൻ കോഡും ഇതിൻ്റെ താഴെയുള്ള എക്സ്ക്ലൂഡ് 1ന്റെ താഴെയുള്ള കണ്ടീഷൻസും ഒരിക്കലും സെയിം ടൈമിൽ നടക്കില്ല, സെയിം ടൈമിൽ കോഡ് ചെയ്യാൻ പാടില്ല. അതാണ് മീനിങ്. ഫോർ എക്സാമ്പിൾ, E10 type 1 diabetic mellitus, ഇതിൻ്റെ താഴെ
എക്സ്ക്ലൂഡ് 1 എന്ന് അവർ തന്നെ കൊടുത്തേക്കുക. അപ്പൊ ഈ 10ന്റെ കൂടെ ഈ സീരീസിലുള്ള ഒരു കോഡും നമുക്ക് കോഡ് ചെയ്യാൻ പാടില്ല. അതാണ് ഇതിന്റെ മീനിങ്. ഈ 10 ഉണ്ട് ടൈപ്പ് 1 ഡയബറ്റിക് മെലിറ്റസിന്റെ കൂടെ ഈ ഡയബറ്റിക് മെലിറ്റസ് ഡ്യൂ ടു അണ്ടർലൈങ് കണ്ടീഷൻ ഡ്രഗ് ഓർ കെമിക്കൽ ഇൻഡിക്കേറ്റഡ് ടൈപ്പ് 2 മെലിറ്റസ് ഒരിക്കൽ ഇതൊന്നും ഇതിന്റെ കൂടെ കോഡ് ചെയ്യാൻ പാടില്ല. അതാണ് ഇതിന്റെ മീനിങ്. ഇത് വേറൊരു എക്സാമ്പിൾ ആണ്. അതിറോസ്ക്ലീറോസിസ് ഓഫ് അതർ കൊറോണറി വെസൽസ് വിത്തൗട്ട് ആൻജൈന പെക്ടോറിസിസ്. ഇതിന്റെ എക്സ്ക്ലൂഡ് 1 നോട്ടില് അതിറോസ്ക്ലീറോട്ടിക് ഹെർട്ട് ഡിസീസ് ഓഫ് നേറ്റീവ് കൊറോണറി ആർട്ടറി വിത്തൗട്ട് ആൻജൈന പെക്ടോറിസിസ്. അപ്പൊ I25.81ന്റെ കൂടെ ഒരിക്കലും I25.10 നമ്മൾ കോഡ് ചെയ്യാൻ പാടില്ല. അതാണ് ഇതിന്റെ മീനിങ്. വേറൊന്നെന്ന് വെച്ചാൽ ഈ I25.810 അതിറോസ്ക്ലീറോസിസ് ഓഫ് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ് വിത്തൗട്ട് ആൻജൈന പെക്ടോറിസിന്റെ കൂടെ ഒരിക്കലും അതിറോസ്ക്ലീറോസിസ് ഓഫ് കൊറോണറി ബൈപ്പാസ് ഗ്രാഫ്റ്റ് വിത്ത് ആൻജൈന പെക്ടോറിസ് നമ്മൾ കോഡ് ചെയ്യാറില്ല, കോഡ് ചെയ്യാൻ പാടില്ല. അതായത് ഇതില് വിത്തൗട്ട് ആൻജൈന പെക്ടോറിസിസ് ആണ്, ഇതില് വിത്ത് ആൻജൈന പെക്ടോറിസിസ് ആണ്. ഒരാൾക്ക് സെയിം കണ്ടീഷൻ അറ്റ് എ ടൈമിൽ ഒരിക്കലും നടക്കില്ല. അപ്പോൾ ഇത് നമുക്ക് കോഡ് ചെയ്യാൻ പാടില്ല എന്നാണ് ഇതിന്റെ മീനിങ്. നെക്സ്റ്റ് എക്സ്ക്ലൂഡ് 2. എക്സ്ക്ലൂഡ് 2 നോട്ട്സ്. A type 2 excludes not represent not included here. അതായത് സം ഡിഫറെന്റ് ഫ്രം എക്സ്ക്ലൂഡ് 1 ആണ്. അതായത് നോട്ട് ഇൻക്ലൂഡഡ് ഹിയർ, ഇതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടില്ല എന്നാണ് ഒരു മീനിങ്. ആൻഡ് എക്സ്ക്ലൂഡ് 2 not indicate that the condition excluded is not part of condition represented by code, but a patient may have both condition at the same time. നമ്മൾ കഴിഞ്ഞ എക്സ്ക്ലൂഡ് 1 എന്താ പറഞ്ഞത്? ഒരു പേഷ്യന്റിന് അതായത് വിത്ത് ആൻജൈന പെക്ടോറിസിസും വിത്തൗട്ട് ആൻജൈന പെക്ടോറിസിസും ഒരിക്കലും കോഡ് ചെയ്യാൻ പാടില്ല, ഒരിക്കലും നടക്കത്തില്ല. പക്ഷേ ഇവിടെ സം പേഷ്യന്റ് മേ ഹാവ് ബോത്ത് കണ്ടീഷൻ അറ്റ് ദി സെയിം. ഈ ടൈപ്പ് 2 എക്സ്ക്ലൂഡ്സിന് താഴെയുള്ള കണ്ടീഷൻസ് മേ ബി സം പേഷ്യൻസിന് സെയിം ടൈമിൽ കോഡ് ചെയ്യാൻ പറ്റും. ആ എക്സ്ക്ലൂഡ് 2-ലുള്ളത് മേ ബി ആണ് കേട്ടോ. ചെയ്താലും കുഴപ്പമില്ല. അതായത് നമ്മുടെ ചാർട്ട്, പേഷ്യന്റിന്റെ ചാർട്ട് റീഡ് ചെയ്തിട്ട് അതിനനുസരിച്ച് വേണം നമ്മൾ കോഡ് ചെയ്യാൻ. When an exclude 2 note appears under a code, it is acceptable to use both the code and the exclude code together when appropriate. അതായത് when appropriate ചാർട്ടിൽ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് എക്സ്ക്ലൂഡ് 2 നോട്ട്സിലുള്ള കണ്ടീഷനും മെയിൻ കോഡിന്റെ കൂടെ കോഡ് ചെയ്യാം. അതാണ് ഇതിന്റെ മീനിങ്. എക്സാമ്പിൾ പറയാം. A type 2 exclude not represent not included here, and exclude 2 not indicate that the condition excluded is not part of condition represented by the code, but a patient may have both condition at the same time. For example, A18.6 എന്ന് പറയും tuberculosis of inner and middle ear. അപ്പോൾ ട്യൂബർകുലോസിസ് ഓഫ് ഫോർട്ടിസിസ് മീഡിയ ആണ്. ഇതിന്റെ താഴെ എക്സ്ക്ലൂഡ്സ് 2 നോട്ട്സിൽ ട്യൂബർകുലോസിസ് ഓഫ് എക്സ്റ്റേണൽ ഇയറും തന്നിട്ടുണ്ട്. ഇയർ ട്യൂബർകുലോസിസ് ഓഫ് മാസ്റ്റോഡൈറ്റിസ്. അപ്പൊ ഈ A18.6ന്റെ കൂടെ A18.4 A18.03 നമുക്ക് കോഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ചാർട്ടില് ആ ചാർട്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രം നമുക്ക് ഇതിന്റെ കൂടെ കോഡ് ചെയ്യാം. അങ്ങനെ ചാർട്ടിൽ ഇല്ല ഈ കണ്ടീഷൻ, പക്ഷെ നമ്മൾ കോഡ് ചെയ്താൽ അത് എററാണ്. നമുക്ക് ചാർട്ടിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഇത് കോഡ് ചെയ്യാം, അല്ലെങ്കിൽ മെയിൻ ടേം മാത്രം കോഡ് ചെയ്താൽ മതി. അപ്പൊ ഇതാണ് എക്സ്ക്ലൂഡ് 1 and 2 ഇൻക്ലൂഡ്സ് നോട്ട്സ്. അപ്പം നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും സജഷൻസ് അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ എന്തെങ്കിലും പോരായ്മകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം, കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ. ഓക്കേ.
അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത അപ്ഡേറ്റ്സ് ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എൻ്റെ അടുത്ത ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയത്തുള്ളൂ. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.